ഇടനാഴിയിലോടിക്കയറണ് ചെറുകാറ്റിന് വായിച്ചറിയാൻ ചുവരുകളിൽ കോറിയിടുന്നുണ്ടേ നമ്മുടെ കഥകൾ. പതിവായി നാം പാടണ പാട്ടിൽ തലയാട്ടിയ വാഗമരങ്ങൾ ഇനി എന്നാണിതുവഴി എന്നാവാം. ഓഹോ കാലം പോയേ, ഓഹോ കാലം പോയേ, ഓഹോ കാലം പോയേ, ഓഹോ. കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, നല്ല നല്ല ടീച്ചേഴ്സ്. ഓരോ ആളും ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടമാവും. മുന്നേ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എക്സാം, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മളെ കഴിവിനനുസരിച്ച് നമുക്ക് ഒരു പുഷ് വേണമായിരുന്നു. പുഷിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. മികച്ചൊരു കോമ്പറ്റീറ്റേഴ്സിനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഒറ്റയ്ക്ക് നോക്കിയാൽ പറ്റുമെന്നുള്ളത് ഞാൻ കുറേ ഒറ്റയ്ക്ക് ശ്രമിച്ചു അത്യാവശ്യം. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് ഞാൻ പറയും. ഞാൻ പഠിച്ചില്ല എന്ന് ഞാൻ പറയില്ല, ഞാൻ കുറേ പഠിച്ചു. അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ട് എവിടുന്നാ പഠിച്ചതെന്ന് എനിക്ക് അറിയില്ല. കുറേ സിലബസ് നോക്കി എനിക്ക് തോന്നിയത് പഠിച്ചു. അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എന്ത് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്ക് വന്നത്. അപ്പോൾ നമ്മൾ സിലബസ് പഠിച്ചാൽ മാത്രം പോരാ, ആ സിലബസ് തന്നെ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ വന്നത് സിവിലിയൻസിന് വന്നതിന് ശേഷമാണ്. വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാലം മുന്നേ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സിവിലിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ചിരിയറിഞ്ഞ തീരം ചിറകുവച്ച പ്രായം മിഴി നിറയ്ക്കയാണോ, മിഴി നിറയ്ക്കയാണോ. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശ